ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ഒരു അട്ടിമറിക്ക് 2026 ലോകകപ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ബ്രസീൽ പ്രീ ക്വാർട്ടറിൽ പുറത്തായിരിക്കുന്നു. ന്യൂയോർക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിൽ നോർവേ 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീലിനെ തകർത്തുവിട്ടു. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഇത്രയും നേരത്തെ ലോകകപ്പിൽ നിന്ന് പുറത്താകുന്നത്. മറുവശത്ത് നോർവേ തങ്ങളുടെ ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുകയാണ്. മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ തന്നെ കളിതിരിക്കാൻ ബ്രസീലിന് സുവർണാവസരം ലഭിച്ചിരുന്നു. ക്രിസ്റ്റഫർ അജർ കുഞ്ഞയെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് VAR പരിശോധനയിലൂടെ ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. എന്നാൽ കിക്കെടുത്ത ബ്രസീൽ താരം ബ്രൂണോ ഗിമറസിനെ നിരാശനാക്കിക്കൊണ്ട് നോർവേയുടെ കീപ്പർ ഓരിയൻ നീലാൻഡ് പന്ത് തട്ടിയകറ്റി. പിന്നീട് ഗബ്രിയൽ മാർട്ടിനെല്ലിയുടെയും വിനീഷ്യസ് ജൂനിയറിന്റെയും ഗോളെന്നുറച്ച ഷോട്ടുകൾ നീലൻ തന്റെ കാലുകൾ കൊണ്ട് തടുത്തിട്ടതോടെ ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. രണ്ടാം പകുതിയിൽ പകരക്കാരനായി വന്ന ബ്രസീലിന്റെ വണ്ടർകിഡ് എൻട്രിക്കിന് മികച്ചൊരു അവസരം ലഭിച്ചെങ്കിലും താരത്തിന്റെ മോശം ഫസ്റ്റ് ടച്ച് കാരണം അത് പാഴായി. ബ്രസീലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ പ്രതിരോധിച്ച ശേഷം നോർവേ കൗണ്ടർ അറ്റാക്കിലൂടെ ബ്രസീലിനെ ഞെട്ടിച്ചു. ആന്ദ്രേ ഷെൽഡ്രൂപ്പ് നൽകിയ കൃത്യതയാർന്ന ക്രോസിലേക്ക് വായുവിൽ ഉയർന്നു ചാടിയ ഒരു ബുള്ളറ്റ് ഹെഡറിലൂടെ എർലിംഗ് ഹാലൻഡ് നോർവേയെ മുന്നിലെത്തിച്ചു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഡാനിലോയുടെ കാലുകൾക്കിടയിലൂടെ അലിസനെ കാഴ്ചക്കാരനാക്കി ഹാളണ്ട് തന്റെ 2ാം ഗോളും നേടി നോർവേയുടെ ചരിത്ര വിജയം ഉറപ്പിച്ചു. ഈ ഗോളുകളോടെ 7 ഗോളുകളുമായി മെസ്സിക്കും എംബാപ്പയ്ക്കുമൊപ്പം ഈ ലോകകപ്പിലെ ടോപ്പ് സ്കോറർ പട്ടികയിൽ ഹാളണ്ടും ഒന്നാമതെത്തി. മത്സരത്തിന്റെ സ്റ്റോപ്പേജ് ടൈമിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച സൂപ്പർ താരം നെയ്മർ ബ്രസീലിനായി ഒരു ഗോൾ മടക്കിയെങ്കിലും അത് കേവലം ആശ്വാസ ഗോൾ മാത്രമായി മാറി. ഫൈനൽ വിസിൽ മുഴങ്ങിയതോടെ ബ്രസീലിയൻ താരങ്ങൾ കണ്ണീരണിഞ്ഞപ്പോൾ നോർവീജിയൻ ക്യാമ്പ് ചരിത്ര വിജയത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നു. നോർവേ ഇനി ജൂലൈ 11 മയാമിയിൽ വെച്ച് നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരത്തിലെ വിജയികളെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.